അമേരിക്കയുമായി തെറ്റിപ്പിരിഞ്ഞ് ലണ്ടനിലെത്തിയ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. അവിടെ ഒരു ഉക്രൈൻ സമാധാന ഉച്ചകോടി നടക്കുകയും ചെയ്തു. അതിൽ അദ്ദേഹം പങ്കെടുത്തു. അപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഈ സെലൻസ്കിയെ അമേരിക്കയോട് തെറ്റാൻ പ്രേരിപ്പിച്ചത് യൂറോപ്യൻ യൂണിയൻ ആണോ, ഈ നാറ്റോ സഖ്യകക്ഷികൾക്ക് അതിലെന്തെങ്കിലും പങ്കുണ്ടോ എന്നൊരു ചർച്ച ഇപ്പോൾ വളരെ കാര്യക്ഷമമായി നടക്കുകയാണ്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? അത് പറയുമ്പോൾ ആദ്യം നമ്മൾ ഓർക്കൊണ്ടൊരു വിഷയം, നാറ്റോയിൽ ഈ സെലൻസ്കി യുക്രൈൻ അംഗത്വം കൊടുക്കുവോ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് റഷ്യയുടെ സോവറിനിറ്റിയെ, പരമാധികാരത്തെ ബാധിക്കും എന്നുള്ള ഭയത്തിലാണ് യുദ്ധത്തിൻ്റെ ആരംഭം തന്നെ. അപ്പം നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കണം. അന്ന് ഉക്രൈന് വേണ്ടി എല്ലാ സഹായവും ചെയ്യാൻ വേണ്ടി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോയിലെ എല്ലാ കക്ഷികളും ഒന്നിച്ചിരുന്ന കാലത്താണ് യുദ്ധം ആരംഭിച്ചിരിക്കുന്നത്. ഈ പറയുന്ന കൂട്ടർക്കെല്ലാം ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ ജോ ബൈഡനും ബ്രിട്ടീഷുകാർക്കും യൂറോപ്യൻ യൂണിയൻ അതിൽ ബ്രിട്ടീഷിൽ ബ്രിട്ടനില്ല. ഇപ്പോൾ ബ്രെക്സിറ്റ് ഒന്ന് പുറത്തു പോയി, അവർ പുറത്തായി, ഇപ്പോൾ അകത്തില്ല. അപ്പോൾ അവർ വേറെ പറയണം. ഇവർക്കെല്ലാം ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ നാറ്റോയ്ക്കകത്ത് ഇതോടകം ഉക്രൈന് അംഗത്വം കൊടുക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ കൊടുത്ത ഉക്രൈന് നേരെയുള്ള വെല്ലുവിളി ഞങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളിയാണെന്ന് പറയുന്നതിന് നാറ്റോ സഖ്യം, അമേരിക്കയും യൂറോപ്പും ഉൾക്കൊള്ളുന്ന നാറ്റോ സഖ്യം തയ്യാറായില്ല എന്ന് പറയുമ്പം തന്നെ ഇതിനകത്ത് ഉള്ള രാഷ്ട്രീയ അന്തർദേശീയ തലത്തിലുള്ള രാഷ്ട്രീയമായ കള്ളക്കളികളുടെ കൃത്യമായ ഒരു ഉദാഹരണമാണ് കിട്ടുന്നത്. ഒരു ഗൂഢാലോചന അതിനകത്തുണ്ടെന്ന് ഉണ്ട് അവിടെ. പിന്നെ വേറൊരു കാര്യം അത് ഞാൻ ആദ്യം തന്നെ പറയണം. റഷ്യ സാമ്രാജ്യത്വ താല്പര്യത്തോടു കൂടി ഉക്രൈനെ ആരംഭിച്ചപ്പം അത് ലോക ചരിത്രത്തിലെ ഏറ്റവും അന്യായമായ, ക്രൂരമായ ഒരു നടപടിയാണെന്ന് വിലയിരുത്തിയ ആളാണ് ഞാൻ. ഭാരതം അതിലെടുത്ത നടപടികൾ വേറെ, അത് ഭാരതത്തിൻ്റെ രാഷ്ട്ര താല്പര്യം നോക്കിയാണ്. പക്ഷെ ഉക്രൈൻ റഷ്യൻ സംഘർഷത്തിൽ നമുക്ക് ഒരു തരത്തിലും റഷ്യ ന്യായീകരിക്കാൻ കഴിയില്ല. പക്ഷെ ആ സന്ദർഭത്തിൽ പോലും അവിടെ വേറൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നു. ആ യുദ്ധത്തിൽ റഷ്യ തോക്കണം എന്നാഗ്രഹിച്ച രാജ്യമാണ് ചൈനയും യൂറോപ്പും എന്ന് ഞാൻ പറയും. ചൈന റഷ്യയുടെ കൂടെയായിരുന്നു, നോർത്ത് കൊറിയയും റഷ്യക്കൊപ്പം ഉള്ളായിരുന്നു. അപ്പോൾ ചൈന റഷ്യ തോക്കണമെന്ന് ആഗ്രഹിച്ചോ എന്ന് അങ്ങ് ഇവിടെ എന്നോട് ചോദിക്കാം. അതിൻ്റെ ഉത്തരം ഞാനൊരു വാചകത്തിൽ പറഞ്ഞിട്ട് ബാക്കി കാര്യത്തിലേക്ക് അത്ഭുതമായിരിക്കുന്നു. എൻ്റെ കൃത്യമായ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ അങ്ങനെ സ്വയം ഇല്ലാതായി കഴിഞ്ഞാൽ, യുദ്ധത്തിൽ തകർന്നില്ലാതായി കഴിഞ്ഞാൽ, പണ്ട് തൊട്ടേ ചൈനയും റഷ്യയും തമ്മിൽ അതിർത്തി തർക്കമുണ്ട്. ഇവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞതിൻ്റെ പ്രധാന ഘടകവും അതാണ്. അപ്പോൾ അവർക്ക് വേണ്ടത്തെ അതിർത്തി റഷ്യയുടെ പകുതി ഭാഗമെങ്കിലും അവർക്ക് പിടിച്ചെടുക്കാം. ബാക്കി ഭാഗം നാറ്റോയ്ക്കും യൂറോപ്യൻ, പണ്ട് ജർമ്മനി പകുത്തെടുത്ത പോലെ ഈസ്റ്റ് ജർമ്മനി സോവിയറ്റ് പക്ഷത്തോടും എന്ന് പറഞ്ഞതുപോലെ റഷ്യയെ പകുത്തെടുക്കാനുള്ള ഒരു സാധ്യതയാണ്, ഗൂഢാലോചനയാണെന്നാലും ഞാൻ പറഞ്ഞത്, സാധ്യതയാണ് ആ സന്ദർഭത്തിൽ പല രാജ്യങ്ങളും കണ്ടത്. അവിടുന്ന് യുദ്ധം ആരംഭിച്ചു. ഇപ്പം അങ്ങ് വന്ന വിഷയത്തിലേക്ക് ഞാൻ വരാം. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് പലർക്കും താല്പര്യക്കുറവുണ്ട്. യുദ്ധം അവസാനിക്കുന്നതിൽ ചൈനയ്ക്ക് താല്പര്യമില്ല, യുദ്ധം അവസാനിക്കുന്നതിൽ ഇംഗ്ലണ്ട് പോലെ രാജ്യങ്ങൾക്കുമില്ല. ഇതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയാം. അത് ആരും ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ് പൊതുവെ. യുദ്ധം ആരംഭിച്ച ശേഷം റഷ്യയുടെ കുറേ അസറ്റ് യൂറോപ്യൻ ബാങ്കുകൾ യൂറോപ്പിലും നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. ഉപരോധത്തിൻ്റെ പേരിൽ അതെല്ലാം ഫ്രീസ് ചെയ്തു. അത് റഷ്യക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിലാക്കി. ഡോളറായിട്ടും സ്വർണമായിട്ടും ഒക്കെ റഷ്യക്കുണ്ടാവുന്ന നിക്ഷേപങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ അതെല്ലാം അവർ ഉപരോധത്തിൻ്റെ ഭാഗമായി തിരിച്ചു കൊടുക്കാതെയിരുന്നു, പിടിച്ചു വെച്ചു. ഇപ്പം യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ, യുദ്ധം ഇല്ലാതാവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അതൊക്കെ തിരിച്ചു കൊടുക്കേണ്ട കാര്യം വരത്തില്ലേ? അതെ. ഒന്ന് ചൈനയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ചൈനയ്ക്ക് ഇത് എല്ലാ അർത്ഥത്തിലും, ഞാൻ ആദ്യം പറഞ്ഞ ഘടകം അല്ലെങ്കിൽ പോലും
വാണിജ്യപരമായിട്ടും ചൈനയ്ക്ക് വലിയ നേട്ടമായിരുന്നു. അന്തർദേശീയ ഉപരോധിക്കപ്പെട്ട റഷ്യയിലേക്ക് ചൈനയുടെ വിപണി ശൃംഖല വളർത്താനും ചൈനയിലുള്ള ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ മുഴുവൻ കൊണ്ട് വിൽക്കാനുള്ളൊരു ഒരു സ്ഥലമായിട്ട് അവിടെ കിട്ടി. അത് പ്രതിരോധ ഉപകരണങ്ങളാണെങ്കിലും സാധാരണ സാധനങ്ങളാണെങ്കിലും ചൈനയ്ക്ക് ഒരു മാർക്കറ്റ് വിപണി കിട്ടി അവിടെ. അപ്പോൾ യുദ്ധം അവസാനിച്ച് ചൈനയ്ക്ക് നഷ്ടം വരും, ആ വിപണി നഷ്ടപ്പെടും. ഈ സാഹചര്യമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഈ പദ്ധതിയായിട്ട് വരികയും ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കണം. എന്നിട്ട് നമുക്ക് ഈ നയതന്ത്ര ചർച്ചയിലേക്ക് വരാം. ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നോക്കുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിൻ്റെ ആരംഭത്തിന് അത് വിശദീകരിച്ച സമയത്ത് ജോ ബൈഡൻ്റെ മകനുമായിട്ട് ബന്ധപ്പെട്ട ചില ഉക്രൈനി ബന്ധങ്ങളൊക്കെ ഇതിന് കാരണമാണ്. അവിടുത്തെ ഇദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ജോ ബൈഡൻ്റെ മകനുമായിട്ട്. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ അവരുണ്ടാക്കിയ യുദ്ധം എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റും ഒക്കെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിന് സഹായം ചെയ്തു. ആ സഹായം തന്നെ യുദ്ധോപകരണം വാങ്ങിക്കാൻ വേണ്ടി അമേരിക്കൻ വ്യവസായികൾക്ക് തിരിച്ചു കിട്ടി. അപ്പോൾ ആ വ്യവസായികളും അവരോടൊപ്പം നിന്ന ആളുകളും വലിയ നേട്ടം കൊയ്തു. അമേരിക്കൻ സർക്കാരിന് നഷ്ടമായി, അമേരിക്കൻ ടാക്സ് പേയർക്ക് നികുതിദായകന് നഷ്ടമായി. ഈ സംഭവം ഉയർത്തിക്കൊണ്ടാണ് അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ട്രംപ് കളത്തിലിറങ്ങിയത്. അതിന് ട്രംപ് ആദ്യം പറഞ്ഞ ഘടകം എന്ന് പറയുന്നത് ഉക്രൈനിൽ അവൈലബിളായ മിനറൽസിൻ്റെ ധാതു സമ്പത്തിൻ്റെ ഞങ്ങൾ ആവശ്യപ്പെടുന്ന പകുതി എന്നൊക്കെ പറഞ്ഞാലും അത് ഞങ്ങൾക്ക് തരണം, ഇതുവരെ അങ്ങോട്ടൊന്ന് പണത്തിന് പകരമായിട്ട് ഇത് തരണമെന്ന് പറഞ്ഞു. ആ കാര്യത്തിൽ സെലൻസ്കി യോജിക്കുകയും ചെയ്തു. അതിലേക്ക് അത് കൊടുക്കാതെ വേറെ വഴിയില്ല. പണം ഇത്രയും വാങ്ങിപ്പോയില്ലേ? ആ പണം വാങ്ങിയത് തിരിച്ചു കിട്ടാതെ, പണം വാങ്ങിയതിന് പറ്റിയ സമ്പത്തോ പരിഗണനയോ തിരിച്ചു കിട്ടാതെ ഇനി കാശില്ല. അതായത് ബ്ലേഡുകാരൻ്റെ നിന്ന് കാശ് വാങ്ങിച്ചു കഴിഞ്ഞാൽ മുതലും പരിചയം തന്നിട്ട് അല്ല നിന്റെ വസ്തു എഴുതി എനിക്ക് തന്നേരെ, എൻ്റെ കുടുംബം പോലെയിടും എഴുതി എനിക്ക് തന്നേരെന്ന് പറയുന്ന പോലെ ട്രംപ് പറഞ്ഞു. നമ്മുടെ നാട്ടിലെ കൊള്ളപ്പലിശക്കാരുടെ നയം. ട്രംപ് പറഞ്ഞു ഇനി പൈസ വേണോ. ട്രംപ് നേരത്തെ തന്നെ ഒരു കാര്യം പറഞ്ഞു. ട്രംപിൻ്റെ ആദ്യത്തെ ടൈമിൽ തന്നെ ഒരു കാര്യം പറഞ്ഞു, നാറ്റോ ആണേലും ആരാണേലും ലോകത്ത് പോയി തല്ലും മുഴക്കും യുദ്ധം ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് കാശ് നിങ്ങൾ ചിലവാക്കണം. അതെ, അമേരിക്കയുടെ നിലയ്ക്ക് വെക്കരുത്. നിങ്ങളെ യുദ്ധങ്ങൾക്ക് അമേരിക്കയിലെ നികുതിദായകൻ പണം കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയായിട്ട് പോകണ്ടെന്ന് പുള്ളി ആദ്യമേ പറഞ്ഞു. കഴിഞ്ഞ ടൈമിൽ, ഈ ടൈമിലല്ല, ആ പറഞ്ഞതിൻ്റെ ഒരു പരിണത ഫലം കൂടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് ഇരുന്ന ആദ്യ ടൈമിലെ യുദ്ധമൊന്നും ഉണ്ടാവരുത്. യുദ്ധം നടത്തണമെന്ന് നടത്താം, സ്വന്തം ചെലവിൽ നടത്തിക്കോണം. അത് നമ്മളിപ്പോൾ മദ്യപിക്കാൻ പോകുന്നവരും പറയുമല്ലോ, ഒരാൾ വാങ്ങിച്ചു കൊടുത്താൽ കുടിക്കുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെയല്ല, നിനക്ക് കുടിക്കണമെങ്കിൽ നീയും കാശ് മുടക്കാം, ഞാനും കാശ് മുടക്കാം, ഷെയർ ഇട്ട് വാങ്ങിക്കാന്ന് പറയുന്ന പോലെ യുദ്ധം ചെയ്യണം. ചെയ്തു, ഞങ്ങളൊരു ഷെയർ തരാം, ഞങ്ങളെ കംപ്ലീറ്റ് പണം കൊണ്ട് യുദ്ധം ചെയ്യാമെന്നുള്ള മോഹം വേണ്ട. ഇതാണ് ട്രംപ്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ട്രംപ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇതുവരെ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ഞങ്ങളെ വാങ്ങിച്ച സാമ്പത്തിക സഹായത്തിൻ്റെ പ്രതിഫലമായിട്ട് ഈ മിനറൽസിൻ്റെ ധാതു സമ്പത്തിൻ്റെ ഷെയർ അമേരിക്കയ്ക്ക് തരണം. അവിടെ നമുക്ക് യുദ്ധം അവസാനിപ്പിക്കാം. അപ്പോൾ ട്രംപിൻ്റെ അവിടുത്തെ രണതന്ത്രം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനാവശ്യമായ ധാതു സമ്പത്ത് അമേരിക്കയുടെ താല്പര്യം ഉള്ളിടത്തോളം കാലം അമേരിക്കൻ താല്പര്യം നിലവിലിരിക്കുന്നത് കൊണ്ട് റഷ്യ യുദ്ധത്തിന് കയറാൻ തയ്യാറാവത്തില്ല. തയ്യാറായാലും അമേരിക്കയ്ക്ക് പ്രതിരോധത്തിന് ന്യായം ഉണ്ടാവും. അതെ, ആ പ്രതിരോധത്തിൻ്റെ കവചം സെലൻസിക്കുണ്ട് എന്നാണ്, നൽകാം എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് ഇൻഡയറക്റ്റ്ലി കൃത്യമായി സൂചിപ്പിച്ചത്. ഇനിയൊരു യുദ്ധം ഭയപ്പെടേണ്ടാത്ത സാഹചര്യം ഉണ്ടാക്കി തരാമെന്ന്. ശരിക്കും പറയാമെങ്കിൽ സെലൻസ്കിക്ക് മരിച്ചു വീഴുന്ന സ്വന്തം നാട്ടിലുള്ള ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ മറ്റൊരു ഭേദപ്പെട്ട വഴിയും ഇല്ലാതിരിക്കെ യുദ്ധം ചെയ്യാൻ ഒരു സാധ്യതയില്ല. ആ സന്ദർഭത്തിൽ ഇതിന് നല്ലത് സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ സമ്മതം എന്ന് പറയുന്നത് ഒപ്പിടുന്നതിന് 4-5 ദിവസം ചോദിച്ചു. അത് ഉക്രൈനിൽ വെച്ചപ്പെട്ടാൽ മതി എന്നാണ് ട്രംപ് പറഞ്ഞത്.
ന്യൂയോർക്കിൽ വന്നപ്പോഴെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത് സെലൻസ്കിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞ് അവസാനം അടിച്ചു പിരിഞ്ഞത് സെലൻസ്കിയാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? യൂറോപ്പും നാറ്റോയും ഒക്കെ പറയുന്നു, നാറ്റോയിലെ മറ്റു കക്ഷികളും പറയുന്നു, യൂറോപ്പും ബ്രിട്ടനും ഒക്കെ പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ കൂടെ ഉണ്ടെങ്കിലും ഞങ്ങൾ അമേരിക്കയുടെ കൂടെയും സഹായിക്കുമെന്ന് പറയാനുള്ള ധൈര്യം ഇവർക്കുള്ളൂ. അതിനകത്ത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത, ഇംഗ്ലണ്ട് ഒരു ഓഫർ വെച്ചിട്ടുണ്ട്. ഞാൻ എത്ര ട്രില്യനാണ് ഞാൻ മറന്നുപോയി, എത്ര മില്യൺ ആണ് ഞാൻ മറന്നുപോയി, എമൗണ്ട് മറന്നുപോയി. വലിയൊരു തുക കൊടുക്കാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ട്. അത് ആ പത്രം വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ ഇംഗ്ലണ്ടിന് ഇത്രയും കാശുണ്ടോയെന്ന് വിചാരിച്ചു. അപ്പോഴെന്താ പറയുന്നറിയോ, ഇത് ഇംഗ്ലണ്ടിൻ്റെ കയ്യിലുള്ള കാശല്ല, റഷ്യയുടെ ഇവിടെ ഫ്രീസ് ചെയ്തിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആ മുതലിനകത്തുനിന്ന് ഞങ്ങൾ കട്ടടിച്ച് മാറ്റി വെച്ചിരിക്കുന്നതിനകത്തുനിന്ന് ഒരു കഷണോട് നിങ്ങൾക്ക് തന്നേക്കാവുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കൂടെ നാറ്റോ രാജ്യങ്ങൾ വാങ്ങി പറയുന്നവരൊക്കെ പറഞ്ഞെന്തെന്നറിയുമോ, ഞങ്ങൾ ഉക്രൈൻ്റെ പോകണമെന്ന് പറഞ്ഞു. അത് പ്രധാനമായിട്ടും വേണ്ടത് ഉക്രൈൻ ഇനി പുനഃസൃഷ്ടിക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റിൽ അവർക്ക് താല്പര്യം, ആ സാധ്യത തേടുന്നത്. ഫ്രാൻസും ഇംഗ്ലണ്ടും പറഞ്ഞ് ഞങ്ങൾ പട്ടാളക്കാരെ അവരോടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓർക്കണം, നാറ്റോയുടെ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെ എന്ന അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെതായിട്ട് ഇന്നത്തെ പത്രത്തിൽ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. നിങ്ങൾ, അതായത് സെലൻസ്കി ട്രംപുമായിട്ട് പോയിട്ട് സെറ്റിൽ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ കാലെ പിടിച്ച് തൊഴുന്നിട്ട് പറയുക എനിക്കെന്ന് അബദ്ധത്തിൽ പറ്റിപ്പോയത്, അല്ലെങ്കിൽ തന്നെ ഒരു കാര്യം ആലോചിക്കണം. പണം മേടിക്കാൻ ചെല്ലുന്നൊരു രാജ്യം പണം കൊടുക്കാനിരിക്കുന്ന രാജ്യത്തിൻ്റെ അടുത്ത് കാണിക്കേണ്ട ചില ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള ശ്രദ്ധ ചെലുത്തേണ്ടതില്ലേ? ഒരു മര്യാദയുണ്ട് അതിന്. മര്യാദ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ട്രംപ് കാണിച്ചത് ന്യായമെന്ന് ഞാൻ പറയില്ല. ചോദിക്കാൻ വന്ന ആളിനോട് ഭവ്യമായിട്ട് ഇടപെടണം, ഒരു രാജ്യത്തിൻ്റെ തലവനാണ്, അതൊക്കെ ശരി. പക്ഷേ ആദ്യം വൈസ് പ്രസിഡന്റ് വാൻസ് ചോദിച്ച ചെറിയ ചോദ്യം ചോദിച്ചു, ഇത്രയും നാളും വാങ്ങിച്ച പണത്തിന് ഒരു താങ്ക് യു പറയാൻ വയ്യെന്നാണ് ചോദിച്ചത്. ഒരു നല്ല ചോദ്യമാണത്. അവിടെ നിന്നാണ് തർക്കം ഉണ്ടാകുന്നത്. പിടിച്ച് പുറത്താക്കാൻ പറയേണ്ട സാഹചര്യം, വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്താക്കാൻ പറയുന്ന സാഹചര്യം വരെ വന്നു. അതെ, ഇതൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നത് സെലൻസ്കി ഒരു കാരണവശാലും നമ്മുടെ രാഹുൽ ഗാന്ധിയെക്കാട്ടിലും മിടുക്കനല്ലെന്നാണ്. സെലൻസ്കി രാഹുലാകാൻ പഠിക്കാൻ പോയിട്ട് വന്ന് പരാജയമായത്. അല്ലെങ്കിൽ ഒരിക്കലും അതുകൊണ്ട് തന്നെ കാര്യമുണ്ട്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനാണെങ്കിൽ പോലും വേണമെങ്കിൽ ഭാരതത്തിലെ പ്രതിപക്ഷത്തിന് ഇതൊന്നുമല്ല വിഷയം, അത് സെലൻസ്കി അല്ല വിഷയം, ഒന്നുമല്ല. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി, ട്രംപിന് ലോകരാജ്യങ്ങൾ ട്രംപിന് എതിരായി കഴിഞ്ഞാൽ, ട്രംപിന് പരാജയം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഭാരതത്തെ എങ്ങനെ ബാധിക്കും? നിലവിലെ അന്തർദേശീയ സാഹചര്യങ്ങളിൽ ഉക്രൈൻ പ്രശ്നം, ഉക്രൈൻ റഷ്യൻ സമാധാനം സംഭവിക്കുകയും ഉക്രൈൻ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും നരേന്ദ്രമോദിയും ചേർന്ന് പുതിയ ഒരു ലോകക്രമത്തിന് തുടക്കമാകും എന്നുള്ളത് ലോകത്തെ ഈ മൂന്ന് രാജ്യങ്ങളെ എതിർക്കുന്ന രാജ്യങ്ങളിലേക്ക് ഒരു ഭയമാണ്. അതുകൊണ്ട് അമേരിക്കയും റഷ്യയും ഭാരതവും ചേർന്ന് പുതിയൊരു ഒരു ലോകക്രമം ഉണ്ടാക്കുന്ന സാഹചര്യത്തെ എതിർക്കുന്നവരും ഭയപ്പെടുന്നവരും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരുമാണ് ഈ സെലൻസ്കിയുടെ വിഷയത്തെ ആവശ്യത്തിൽ കൂടുതൽ അനുവാദത്തിൽ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ വരാൻ പോകുന്ന 3-4 ദിവസത്തിനുള്ളിൽ ഇതേ സെലൻസ്കി പത്തി മടക്കി ട്രംപിന്റെ അടുത്ത് ചെല്ലും, കാര്യം അവിടെ പരിഹരിക്കും. അതിനപ്പുറമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പണം കൊടുക്കാൻ അവർക്ക് കഴിവില്ല. ഇനി പണം കൊടുക്കാമെന്ന് വെച്ചു, അതുകൂടെ നമുക്ക് നിർത്താം. പണം മാത്രം പോരാ, ഇവർക്ക് പണമല്ല വേണ്ടത്. കുറേ പണം കൊടുത്താൽ യുക്രൈൻ യുദ്ധം ജയിക്കാൻ പറ്റില്ല. അവർക്ക് യുദ്ധോപകരണങ്ങൾ വേണം. ആ യുദ്ധോപകരണങ്ങൾ ആവശ്യമുള്ള തോതിൽ സാങ്കേതിക മികവുള്ളത് നിർമ്മിച്ചു കൊടുക്കുന്നതിന് അമേരിക്കന്ന് കിട്ടത്തില്ല. ഇപ്പം ഉടക്കായാൽ ചൈന ഇനിയും കൊടുക്കില്ല. ചൈന റഷ്യയുടെ കൂടെയാണല്ലോ, ചൈന കൊടുക്കില്ല ഉക്രൈന്. ജർമ്മനിക്കൊക്കെ കഴിവുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. ആവശ്യമുള്ള അളവിൽ അത് നിർമ്മിച്ചു കൊടുക്കാനുള്ള കഴിവ് ജർമ്മനിക്കില്ല. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും
ഉക്രൈന് പണം കിട്ടിയാൽ പോലും പിടിച്ചു നിൽക്കാൻ വയ്യാത്ത അവസ്ഥ വരും. ആ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഉക്രൈനിലെ ജനങ്ങളോട് സെലൻസ്കി ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റും ചതിവും ആയിരിക്കും ഉക്രൈൻ ഈ കാര്യത്തിൽ അമേരിക്കയുമായും ട്രംപുമായും സെറ്റിൽമെൻറ്റ് നടത്തിക്കൊണ്ട് റഷ്യയുടെ, ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ, അന്യായമായ ആക്രമണത്തിന് അറുതി വരുത്തി യുദ്ധവിരാമം ഉറപ്പാക്കിയില്ലെങ്കിൽ അത് സെലൻസ്കിക്ക് അപകടമായിരിക്കും, ഉക്രൈനും അപകടമായിരിക്കും. അത് ലോകത്തിനും അപകടകരമായിട്ട് മാറും. ട്രംപ് പറഞ്ഞത് മറക്കണ്ട. മൂന്നാം ലോക മഹായുദ്ധം, ആ സാധ്യത ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ലോക നന്മയ്ക്ക് വേണ്ടി ഈ വിഷയം അതിനെ ലഘൂകരിച്ച് അവസാനിക്കണം. അത് തന്നെയാണ് ആവശ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.